ഹായ് നമസ്കാരം, വെൽക്കം ടു ബൈജൂസ് ടോക്ക്. ബൈജൂസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് വെച്ചാൽ ഞാനിന്ന് ഒന്ന് നാട്ടിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് നാട്ട് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം എല്ലാം റെഡിയാണ്. ഞാനൊരു 5-10 മിനിറ്റുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. എൻ്റെ സുഹൃത്താണ് ശ്യാം. അപ്പം ശ്യാമാണ് എന്നെ ഇന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8:45 ഫ്ലൈറ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ട്രാവൽ ചെയ്യുന്നത് ഞാൻ ഷാർജ മുവൈലയിൽ നിന്ന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2ലേക്കാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ചെറിയ ട്രാഫിക് യൂഷ്വലി ഇപ്പോൾ ഞാൻ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുമ്പം വലിയ ട്രാഫിക് ഉണ്ടാകത്തില്ല. പക്ഷേ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വരുമ്പം യൂഷ്വലി ഭയങ്കര ഹെവി ട്രാഫിക് ആയിരിക്കും. എക്സ്പെഷ്യലി നമ്മുടെ ഷാർജ മൊബൈലിലേക്ക് എൻ്റർ ആവുന്നതിനും പിന്നെ ടുവേഴ്സ് അജ്മാലിലേക്ക് നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പം നമ്മൾ പോകുന്നത് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് ആയതുകൊണ്ട് വളരെ ട്രാഫിക് കുറവായിരിക്കും. എന്നാലും എക്സ്പെഷ്യലി ട്രാഫിക് ഉണ്ടാവേണ്ടതാണ്. ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട്. ദുബായിൽ യൂഷ്വലി ട്രാഫിക് ഉള്ളതാണ്. ഇങ്ങനെ റോഡ് ഫുള്ളും കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ദുബായ് എയർപോർട്ടിന് അടുത്ത് എത്താറായി കഴിഞ്ഞ് ചെറിയ ട്രാഫിക്കേ ഉള്ളൂ. നോർമലി ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കാണ് സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പം എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എൻ്റർ ആവുന്ന സിഗ്നൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്തേക്കുള്ള എൻട്രൻസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന നമ്മൾ അറൈവൽ, ഡിപ്പാർച്ചർ ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡിപ്പാർച്ചറിലേക്കാണ്. അപ്പോൾ ഡിപ്പാർച്ചർ എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-ലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ചെക്ക് ഇൻ, പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അതെല്ലാം കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്തേക്ക് എത്തും. ചെക്ക് ഇൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ ഗേറ്റിലേക്ക് പോകണം ഇമിഗ്രേഷന് വേണ്ടിയിട്ട്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ടാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീയിലാണ് അവിടെ. ഡ്യൂട്ടി ഫ്രീയുടെ അടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. പിന്നെ ഇവിടെ കസ്റ്റം സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ഇവിടുത്തെ കള്ളിൻ്റെയൊക്കെ ഷോപ്പ്. എയർപോർട്ടിനകത്ത് ഡ്യൂട്ടി ഫ്രീയിലുള്ള കള്ളിൻ്റെ ഷോപ്പാണ്. ഇത് ഇവിടുത്തെ നമ്മളെ വെയിറ്റിംഗ് ഏരിയയാണ്. അപ്പം പാസഞ്ചേഴ്സൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിവിടുത്തെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്ലൈറ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മളെ ബസ്സിലാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബസ് എന്നെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഫൈനലി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനുള്ളിലെത്തി. ഇനി എയർ ഹോസ്റ്റസ് നമ്മുടെ സേഫ്റ്റികളെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ എമിഗ്രേഷൻ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും. നമ്മൾ 2:15 ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മൾ ഫൈനലി ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.